എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, അതിൽ കാരണമുണ്ട്. വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തു, സിസ്റ്റമൊക്കെ ഓണാക്കി എല്ലാം വളരെ ഓഡിയോ എല്ലാം ക്ലിയർ ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തത് നമ്മുടെ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് വന്നു. ആളെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പെരിയോനെ എന്നുള്ളൊരു ചലച്ചിത്രഗാനം ഉണ്ടല്ലോ, അത് ഫേസ്ബുക്കിൽ പാടിയിട്ട് ഒരു 2 മില്യൺ ക്ലബ്ബിൽ കയറിയ ആളാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹം വന്ന് തിരിച്ചു പോകാൻ 10 മണിയായി. പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നില്ല. ഏതായിരുന്നാലും മിനിഞ്ഞാന്ന് കൊടുത്ത പ്രകാരം ഇന്നലെ നമുക്ക് നല്ല പ്രോഫിറ്റാണ് എടുക്കാൻ കഴിഞ്ഞത്. ബാങ്ക് നിഫ്റ്റി 50,210 മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എടുത്തു പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 50,210 മുകളിൽ ഇതാണ് ഇന്നലത്തെ എൻഡ്. അധികമൊന്നുമില്ല, ചെറിയൊരു റാലി, ഏകദേശം 300 സംതിങ് ആണെന്ന് തോന്നുന്നു. അതെ, 350 പോയിന്റിന് താഴെ. അപ്പോൾ നമ്മൾ പറഞ്ഞ തരത്തിൽ 210 മുകളിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. നിഫ്റ്റിയും അത്യാവശ്യം റാലി തന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ അത്ര ഒരു പെർഫോമൻസ് ഇന്നലെ കാഴ്ചവെച്ചില്ല. ഒരു സൈഡ് വേയുടെ തന്നെയായിരുന്നു. സൈഡ് വേ എന്ന് പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് സൈഡ് വേ, ഈ രൂപത്തിലാണ് ഇപ്പോൾ നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. ഇന്നത്തെ കാര്യം പറയാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇതിൽ രണ്ടിലും ഇന്നലത്തെ കാര്യമാണ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി 23,490 മുകളിൽ വന്നാൽ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 484,490 ഇന്നലത്തെ ഇവിടെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നോക്കൂ, 210 ഇന്നലെ വേറൊരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ റെസിസ്റ്റൻസിന് മേലെയാണ് ഓപ്പൺ ചെയ്തത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരുന്നു. അതിനുശേഷം അത് നേരെ താഴെ വന്ന് അത് പിന്നീട് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഏരിയ സപ്പോർട്ടായി മാറും. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് അത് താഴെ വന്നിട്ടില്ല. 23,580 വരെ പോവുകയാണ് ചെയ്തത്. 23,490 നിന്ന് 23,580 വരെ ഏകദേശം 100 പോയിൻറ്റിൻ്റെ അടുത്ത് അത് റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ മിനിഞ്ഞാത്ത പ്രഡിക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് പറയാനുള്ള അവസരം ഇന്നലെ കിട്ടിയില്ല, വീഡിയോ ചെയ്തില്ല. പക്ഷേ ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു റാലിയാണ് നടത്തിയത്. 1,500 പോയിൻ്റ് മുകളിലേക്ക് വന്നു. വൺ സൈഡ് ഒരു ഹ്യൂജ് മൂവ്മെൻ്റ് ആയിരുന്നെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു 1 അവർ ക്യാൻഡിൽ എടുക്കുകയാണെങ്കിലും ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിലും മുകളിലേക്ക് കയറുന്ന അതേ രൂപത്തിൽ തന്നെ അടുത്ത ക്യാൻഡിൽ താഴേക്കും വരുന്നത് കൊണ്ട് ട്രേഡ് എടുക്കാൻ ഇന്ന് വളരെ കഷ്ടമായിരുന്നു. ശരിക്കും ബുദ്ധിമുട്ടി. നമ്മൾ കണ്ണും പൂട്ടി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലോസിൽ കൊണ്ടെത്തിക്കും. ഇതുപോലുള്ള ദിവസങ്ങളിൽ ഇനി ഒരു ദിവസം കയ്യും കെട്ടി നോക്കിയിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ ക്യാപിറ്റൽ അവിടെ സുരക്ഷിതമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും മൊത്തത്തിൽ തുടക്കം തന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഹ്യൂജ് റാലിയാണല്ലോ നടത്തിയത്. പക്ഷേ നിഫ്റ്റി ഒരു സൈഡ് വേയിലൂടെ തന്നെയാണ് ഇന്നും പോയത്. കാര്യമായ ഒരു മാറ്റങ്ങളൊന്നും വന്നില്ല. ഒരു സമയം 100 പോയിൻ്റ് ഡൗൺ വന്നതിന് ശേഷം ഒരു ഗംഭീര റിക്കവറി അടുത്ത ഹവറിൽ തന്നെ നിഫ്റ്റി നടത്തി എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇന്ന് അത്രയും വോളറ്റൈലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അവസാനം 41 പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നാളെ ഇത്തരത്തിലായിരിക്കില്ല. തീർച്ചയായും ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ഡൗൺ ആൻഡ് സൈഡ് വേസ് ആയിരിക്കും. നാളെ തീർച്ചയായും അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത. കാരണം 2 ദിവസവും ഒരു അപ് ട്രെൻഡ് ആൻഡ് സൈഡ് വേസ് ആയിരുന്നു. ഈ രൂപത്തിലാണല്ലോ പോയത്. എന്നാൽ ഇനി നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് റെസിസ്റ്റൻസ്, ഏതൊക്കെയാണ് സപ്പോർട്ട് എന്ന് നോക്കി ഏത് ലൈൻ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് എൻട്രി എടുത്ത് പോകാൻ കഴിയുക എന്നുള്ളതൊക്കെ നോക്കാം. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും. ഇന്ന് നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ നോക്കാം. കാരണം നിഫ്റ്റി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും ശരി, ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും ശരി, ഒരു സൈഡ് വേയിലൂടെയാണ് പോയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കഴിയുമ്പോൾ നോക്കൂ, കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് ഫുൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും റെഡ് ക്യാൻഡിലാണ്
വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നിഫ്റ്റി സൈഡ് വേ. അതിനിടയ്ക്ക് ഒരു ദിവസം മാത്രം ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, പക്ഷേ അത് ഡോജ് കൂടി ആയിരുന്നു. എന്നിട്ടും പിറ്റേ ദിവസവും നിഫ്റ്റി മുകളിലേക്ക് പോയി, പക്ഷേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് റെഡിലാണ്. ഇന്നലെയും റെഡ്, ഇന്നും റെഡ്. മൊത്തം 1, 2, 3, 4, 5, 6, 7 ദിവസങ്ങളായി റെഡിൽ തന്നെയാണ്. ഇവിടെ ഡോജി എന്നുള്ളത് കൂടെ ശരിക്കും നമുക്ക് റെഡായി കണക്കാക്കാം. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡോജി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അത് റെഡുമല്ല ഗ്രീനുമല്ല എന്ന് വേണം കണക്കാക്കാം. അപ്പോൾ ഏതായിരുന്നാലും ബാക്കിയുള്ള 6 ദിവസം റെഡ് വെച്ചതുകൊണ്ട് അതിനെ നമുക്ക് റെഡായി കാണാം. അത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും റെഡിലാണ്, ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും റെഡിലാണ് ഓരോ ദിവസവും നിഫ്റ്റി. അതുകൊണ്ട് നാളെയും 90% നിഫ്റ്റി ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഒരു 10% മാത്രമാണ് നാളെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നാളെ എന്താണ് സംഭവിക്കുക? തീർച്ചയായും നാളെ നിഫ്റ്റിയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അത് ഭൂരിഭാഗവും താഴേക്ക് വരാനാണ് സാധ്യത കൂടുതലും. ഒരു പ്രിവ്യൂസ് ലോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഇവിടെ 23,080. ഓക്കെ, 23,080 വൺ ഡേ ടൈം ഫ്രെയിമിലാണ് 23,080. നമുക്ക് പ്രിവ്യൂസ് ഹൈ എന്ന് പറയുന്നത് 23,580. അപ്പോൾ ഈ ലെവലിലായി. വൺ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ട്രേഡ് എടുത്ത് പോകാൻ സ്വിംഗ് ട്രേഡേഴ്സിനാണ് പറ്റുള്ളൂ. നമുക്കതിനെ 1 അവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 23,080 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുകളിൽ നമുക്കൊരു പ്രിവ്യൂസ് ലോ കണ്ടെത്തണം. 23,330. ഓക്കെ, ഈ ഒരു ലൈൻ. അതേപോലെ ഇന്നത്തെ ഹൈ 23,660. ഓക്കെ, അപ്പോൾ 23,660 മുകളിൽ പോയാൽ മാത്രം നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ഇല്ല, 23,330 താഴെ ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ ധൈര്യമായി നമുക്ക് നാളെ പുട്ട് സൈഡ് എടുത്ത് പോകാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ 90% നാളെ നിഫ്റ്റി താഴേക്ക് വരാൻ തന്നെയാണ്. നാളെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാനാണ് സാധ്യത കൂടുതൽ, 90%. ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരിക്കലും പോകരുത്. സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ എൻട്രി എടുത്തു, ഒരു വൺ സൈഡ് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ താഴത്തേക്ക് നാളെ കൺഫേം ആയിട്ട് വരും, 90% വരുമെന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ബിഗിനേഴ്സിനെ സംബന്ധിച്ചുള്ള വിചാരിക്കും നാളെ താഴത്തേക്ക് തന്നെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേലെ ഇപ്പോൾ 23,660 മുകളിൽ ക്രോസ് ചെയ്താൽ മുകളിലേക്ക് എടുത്ത് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അവർ നിർബന്ധമായിട്ടും വെക്കാൻ സന്നദ്ധരാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്ത് പോവുകയാണെങ്കിൽ അവർ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്യും. ഇവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക അവർ, നമുക്ക് താഴേക്ക് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ഇതാണ്. 23,330 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് സൈഡ് എടുത്ത് പോകാം. 23,660 ക്ലോസ് ചെയ്താൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകാം. പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ 2 ദിവസം ഒരു ഹ്യൂജ് വോളറ്റൈലിറ്റിയോടൊപ്പം തന്നെ അപ്പ് ട്രെൻഡ് കൂടെ തന്നതുകൊണ്ട് നാളെ ഇവിടെ നിന്ന് സൈഡ് വേയിലൂടെ പോകാനായിരിക്കും സാധ്യത ബാങ്ക് നിഫ്റ്റി. അതല്ല, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് റാലി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് പിന്നീട് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി. അതുമല്ലെങ്കിൽ നാളെ സൈഡ് വേയിലൂടെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ലൈന് ക്രോസ് ചെയ്താൽ, അതായത് 50,560 ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് എടുത്തു പോകാം. 50,560 1 അവർ ടൈം ഫ്രെയിമിലാണ്. അഥവാ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മുകളിലേക്ക് തന്നെയാണ് നാളെ വീണ്ടും റാലിയാണ് നടത്തുന്നതെങ്കിൽ 51,950 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഒന്നും പറയാൻ പറ്റില്ല, വൺ സൈഡ് തന്നെ പോവുമോ എന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞ് അന്താളിച്ച് നിന്നുപോയി. കാരണം എങ്ങോട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുക? മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത ക്യാൻഡിൽ താഴേക്ക് വരുന്നു, അല്ല ഇനി പുട്ട് സൈഡ് പോയി കഴിഞ്ഞാൽ അതാ വീണ്ടും പോയതിൻ്റെ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ എങ്ങനെ തന്നെ ട്രേഡ് എടുക്കും?
ഇനി അഥവാ നമ്മൾ ഗ്രൂപ്പിൽ ഒരു സിഗ്നൽ കൊടുത്താൽ തന്നെ അത് അവരിലേക്കെത്തി അവർ ആ സ്ട്രൈക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും അത് എൻട്രി പ്രൈസിൽ നിന്നും 10-30 പോയിൻ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അതാണ് ഇന്നലെയും ഇന്നത്തെയും അവസ്ഥ സത്യത്തിൽ. അതുകൊണ്ട് നമ്മുടെ ക്ലയൻസിനൊന്നും ഇന്ന് തീർച്ചയായും ട്രേഡിംഗ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. 2 ദിവസം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇനി കുഴപ്പമില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല അവസരം കിട്ടും. ഇത്തരം മാർക്കറ്റ് ദിവസങ്ങളിലൊക്കെ കണ്ണു മൂടി എന്ത് ചെയ്യണം? വൺ സൈഡിലേക്ക് എടുത്തിടണം. ഒരു റിസ്ക് മാനേജ്മെൻറ്റ്, ഒരു സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് എടുത്തിടാം. ഇത്തരം ദിവസങ്ങളിൽ അതാണ് ചെയ്യാൻ പാടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നാളെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നലെ ട്രേഡ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റോക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സുമിക്കമായിരുന്നു. 506 എൻട്രി പ്രൈസാണ് പറഞ്ഞത്. ഓപ്പൺ ചെയ്തത് 505.95, 506 തന്നെ. ഹൈ ക്രിയേറ്റ് ചെയ്ത് 510.75. അപ്പോൾ അത് ആ ഫസ്റ്റ് ക്യാൻഡിലാണ്, 15 മിനിറ്റ് ക്യാൻഡിലാണ് പറയുന്നത്. അതുകൊണ്ട് അതിൽ എൻട്രി എന്തായാലും ലഭിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അതങ്ങനെ പോയി. സംഗതി ടാർഗറ്റ് അച്ചീവ് ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരിക്കലും അത് പറ്റില്ല. മാർക്കറ്റ് തുറന്ന് 15 മിനിറ്റുള്ളിലൊക്കെ സംഭവിച്ചു വരുമ്പോൾ ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞ എൻട്രി പ്രൈസിലാണ്. അപ്പോൾ എന്തായാലും ലഭിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പോളിസി ബസാറാണ് 1381 ഇന്നലെ 18-ാം തീയതി ഓപ്പൺ ചെയ്ത് 1386 ഹൈ ക്രിയേറ്റ് ചെയ്ത് 1404, 1361 ലോ. 15 മിനിറ്റിൽ ലോ എന്ന് പറയുമ്പോൾ നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ മാറ്റിക്കഴിയുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഓപ്പൺ ചെയ്ത് 1386, ലോ 1361. അപ്പോൾ നമുക്കതിലുള്ള എൻട്രി ലഭിച്ചിട്ടുണ്ട്. 1381 ലഭിച്ചു. 1390, 1397 2 ടാർഗറ്റാണ്. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1404. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്ന് RBL ബാങ്കാണ്. RBL ബാങ്ക് ഇപ്പോൾ സ്പോട്ട് റേറ്റ് 266.49. നമുക്ക് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 270 എൻട്രി എടുക്കാം. 268, 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അതേപോലെ തന്നെ 3 പോയിൻ്റ് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 272, 273 അതിന് മുകളിൽ പോവുകയാണെങ്കിൽ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം 278 വരെയൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉറപ്പില്ലാട്ടോ. സ്റ്റോപ്പ് ലോസ് നിങ്ങളെപ്പോഴും വളരെ കറക്റ്റായി മൈനസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് സിഞ്ചനാണ്. സിഞ്ചൻ ബൈ എൻട്രി തന്നെയാണ്. 721, ഇപ്പോൾ 715 ഈ ഒരു റേഞ്ച്. ഓക്കെ, 721 നമുക്ക് എൻട്രി എടുത്ത് പോകാം. 716 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 726, 729 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. റിയൽ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് പേപ്പർ ട്രേഡ് ട്രയൽ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.